ആദ്യം ജോമെട്രിക്കൽ ഐസോമറിസം ഏതെല്ലാം ആൾക്കാരെ കാണിക്കുന്നതെന്ന് നോക്കാം. ആൽക്കീൻസ്, സൈക്ലോ ആൽക്കൈൻസ്, ഓക്സീൻസ്, എസോ കോമ്പൗണ്ട്സ്, എലീൻസ് ഇവരാണ് ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കുക. ആൽക്കീൻസ്, സൈക്ലോ ആൽക്കൈൻസ്, ഓക്സൈമ്, എസോ കോമ്പൗണ്ട്സ്, എലീൻസ് ഇവർ എന്ന് വെച്ചാൽ റൊട്ടേഷൻ റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. അങ്ങനെ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് മാത്രമേ ജോമെട്രിക്കൽ ഐസോമർസ് കാണിക്കൂ. പിന്നീട് എന്താ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ജോമെട്രിക്കൽ ഐസോമർസ് കാണിക്കണമെങ്കിൽ കാർബണിൻ്റെ 2 വാലൻസി, അതായത് ഈ ഡബിൾ ബോണ്ടിൻ്റെ രണ്ട് സൈഡിൽ വെക്കുന്ന കാർബണിൻ്റെ വാലൻസി ഡിഫറെൻ്റ് ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ കാണിച്ചു തരാം. അപ്പോൾ സി ഡബിൾ ബോണ്ട് സി ഉണ്ട്. നമ്മൾ ഒരു കാർബണിനെ നോക്കുമ്പോൾ അതിനെ മാത്രമേ നോക്കാൻ പാടുള്ളൂ. ഇപ്പം ഞാൻ ഈ കാർബണിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഈ കാർബണിൻ്റെ വാലൻസി ഒരു ഗ്രൂപ്പ് എയും ഒരു ഗ്രൂപ്പ് ബി ആണെന്ന് വിചാരിക്കുക. ഇനിയിപ്പം ഈ കാർബണിൻ്റെ പറയുന്നെങ്കിൽ അതിൻ്റെ ഒരു ഗ്രൂപ്പ് എയും ഒരു ഗ്രൂപ്പ് ബിയും ആണെന്ന് വിചാരിക്കും. ഒരു കാർബൺ പറയുമ്പോൾ അതിൻ്റെ കാര്യം മാത്രം നോക്കാം. അപ്പോൾ ഈ ഫസ്റ്റ് കാർബണിൻ്റെ, അതായത് റെഡ് കാർബണിൻ്റെ ഗ്രൂപ്പ്സ് ഏതിലുള്ളത് എയും ഉണ്ട് ബിയും ഉണ്ട്. എയും ബിയും ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് അല്ലേ. അപ്പോൾ ഇപ്പുറത്തെ കാർബൺ നോക്കുക. അപ്പോൾ ഇപ്പുറത്തെ കാർബണിനെ നോക്കുമ്പോൾ, അതായത് വയലറ്റ് കാർബണിൻ്റെയും എയും ബിയും 2 ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ആണുള്ളത്. അപ്പോൾ ഇവരെന്ത് ചെയ്യും? ഒപ്റ്റിക്കൽ ഐസോമർസ് കാണിക്കും. ഇനി ഒപ്റ്റിക്കൽ ഐസോമർസം കാണിക്കാൻ പറ്റുന്ന വേറൊരു ഗ്രൂപ്പായിരിക്കും സി. ഇവിടെ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഗ്രൂപ്പ് ചെയ്ത് അത് കാണിക്കില്ലോ എന്ന് നിങ്ങൾ ആലോചിക്കുക. എ ബി ഉണ്ട്, ഇവിടെ ബി സി ഉണ്ട്. ഇത് കാണിക്കില്ലോ എന്ന് ആലോചിച്ച് നോക്കിയാൽ ആദ്യം നമ്മൾ ആദ്യത്തെ കാർബൺ നോക്കുക. ആദ്യത്തെ കാർബൺ നോക്കുമ്പോൾ അതിൻ്റെ ഏതൊക്കെ വരുന്നത്? എയും വരുന്നുണ്ട്, ബിയും വരുന്നുണ്ട്. എയും ബിയും ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ആണ്. എക്സാമ്പിൾ വെച്ച് പറയുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും. രണ്ടാമത്തെ കാർബൺ നോക്കുമ്പോൾ അതിൻ്റെ ഗ്രൂപ്പ് വരുന്നത് ബിയും സിയും ആണുള്ളത്. ബിയും സിയും ഡിഫറെൻറ്റ് ഗ്രൂപ്പാണ്. അപ്പോൾ അതും കാണിക്കും. ഇനിയിപ്പോൾ വേറെ ഒരു കോമ്പൗണ്ട് ചെയ്യുമ്പോൾ ഫോർ എക്സാമ്പിൾ സി ഡബിൾ ബോണ്ട് സി, ഇപ്പോൾ ഇതിന് എ ഉണ്ട്, ഇവിടെ ബി സി ആണുള്ളത്. ഇത് കാണിക്കുമല്ലോ എന്ന് ആലോചിച്ച് നോക്കാം. ഫസ്റ്റ് കാർബണിൻ്റെ ഗ്രൂപ്പ്സ് വരുന്നത് എയും ആണ്. സെക്കൻഡ് കാർബണിൻ്റെ ഗ്രൂപ്പ്സ് വരുന്നത് ബിയും സിയും ആണ്. ഈ ഫസ്റ്റ് കാർബണിൻ്റെ ഗ്രൂപ്പ്സിൽ വരുന്ന ഈ എയും സെയിം ഗ്രൂപ്പല്ലേ വരുന്നത്. അപ്പോൾ ഇത് ജോമെട്രിക്കൽ ഐസോമർസ് കാണിക്കില്ല. പക്ഷേ സെക്കൻഡ് കാർബണിന് ബിയും സിയും വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു ജോമെട്രിക്കൽ ഐസോമർസ് കാണിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു കാർബണിനെങ്കിലും സെയിം ഗ്രൂപ്പ് വന്നാൽ ജോമെട്രിക്കൽ ഐസോമർസും കാണിക്കില്ല. ഇനി നമുക്ക് ഓരോരോ എക്സാമ്പിൾസ് ആയിട്ട് നോക്കാം. അതായത് ജോമെട്രിക്കൽ ഐസോമർസ് ഏതൊക്കെ ഗ്രൂപ്പ് കാണിക്കാമെന്ന് മുന്നേ പറഞ്ഞില്ല. ആൽക്കീൻ, സൈക്ലോ ആൽക്കൈൻസ്, ഓക്സൈൻസ്, എസോ കോമ്പൗണ്ട്സ്, എലീൻസ്. ഇനി ഇതിൻ്റെ ഓരോന്നിൻ്റെയും കാര്യങ്ങൾ പറയാം. ആദ്യം ആൽക്കീൻസ് നോക്കാം. ആൽക്കീൻസിൻ്റെ ഞാൻ മുമ്പേ പറഞ്ഞ എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞില്ല, ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് വരുന്നത്. ഈ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് എടുക്കുക. 1 ബ്യൂട്ടീൻ ആണ് 1 ബ്യൂട്ടീൻ. അപ്പോൾ അത് ജസ്റ്റ് നമ്മൾ ആദ്യം വരച്ച് നോക്കാം. 1 ബ്യൂട്ടീൻ എങ്ങനെ ഉണ്ടാവുക? 4 കാർബൺ ഉണ്ട്. 1 ബ്യൂട്ടീൻ ഫസ്റ്റത്തെ കാർബണിൽ ഡബിൾ ബോണ്ട് ഉണ്ട്, പിന്നെ സിംഗിൾ ബോണ്ട്, പിന്നെ H2 കൊടുക്കണേ. CH3 CH2 CH2 ഇതായിരിക്കും വരിക. അപ്പോൾ ഇത് നോക്കിയാൽ ആദ്യം നമ്മൾ ഈ 1 ബ്യൂട്ടീന് ജോമെട്രിക്കൽ ഐസോമർസ് കാണിക്കോ ഇല്ലയോ എന്ന് പറയണം. അത് പറയാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ നോക്കാം. ഡബിൾ ബോണ്ടിൻ്റെ അപ്പുറത്തുള്ള കാർബൺസ് ഇതാ ഇത് രണ്ടുമാണ്. ഇനിയിപ്പോൾ അതിൽ തന്നെ ആദ്യത്തെ കാർബൺ നോക്കുക. ആദ്യത്തെ കാർബണിന് വരുന്ന ഗ്രൂപ്പ്സ് ഏതല്ലേ? H2, അതായത് 2 H ആണ് വാലൻസി വരുന്നത്. രണ്ടാമത്തെ കാർബൺ നോക്കിയാലോ 1 H ബാക്കി വരുന്നത് CH2 CH3 എന്ന് പറയുന്ന ഗ്രൂപ്പാണ്. പക്ഷേ നമ്മൾ ആദ്യത്തെ കാർബൺ തന്നെ കണ്ട് അതിൻ്റെ 2 H ആണ് വരുന്നത് വാലൻസി. അപ്പോൾ ഇതെന്ത് ചെയ്യില്ല? ജോമെട്രിക്കൽ ഐസോമർസ് കാണിക്കില്ല. ഇനി സെക്കൻഡ് എക്സാമ്പിൾ നോക്കാം. സെക്കൻഡ് എക്സാമ്പിൾ 2 ബ്യൂട്ടീൻ നോക്കാം. 2 ബ്യൂട്ടീൻ ഓക്കെ. 2 ബ്യൂട്ടീന് വരച്ച് നോക്കാം. CH3 CH ഡബിൾ ബോണ്ട് CH3 ഇതായിരിക്കുമല്ലോ 2 ബ്യൂട്ടീന്. അപ്പോൾ ഡബിൾ ബോണ്ടഡ് എന്താ കാർബൺ ആറ്റം നോക്കുക. ഇത് രണ്ടുമാണ് ഡബിൾ ബോണ്ടഡ് കാർബൺ ആറ്റം. ഇനി ഇതിൻ്റെ ആദ്യത്തെ കാർബണിൻ്റെ വാലൻസി H ഉണ്ട്, CH3 ഉണ്ട്. രണ്ടാമത്തെ പോലെ H ഉണ്ട്, CH3 ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ആദ്യത്തെ കാർബൺ ഇതിൻ്റെ വാലൻസീസ് ഏതെല്ലാം വരുന്നത്? H CH3യും രണ്ടാമത്തെ പറഞ്ഞ പോലെ H CH3യും 2 ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ആണല്ലോ. ഇവിടെയുള്ളത് 2 ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ആണല്ലോ. അപ്പോൾ ഇതെന്ത് ചെയ്യും? ജോമെട്രിക്കൽ ഐസോമർസം കാണിക്കും. ഓക്കെ. ഇനി നെക്സ്റ്റ് വേറൊരു എക്സാമ്പിൾ നോക്കാം. വേറൊരു എക്സാമ്പിളായിട്ട് 1 പ്രൊപ്പെയിൻ നോക്കാം. 1 പ്രൊപ്പെയിൻ ഓക്കെ. പ്രൊപ്പെയിൻ നോക്കാം. CH2 ഡബിൾ ബോണ്ട് CH3 ഇതാണ് 1 പ്രൊപ്പെയിൻ വരുന്നത്. ഓക്കെ. 1 പ്രൊപ്പെയിൻ്റെ ഡബിൾ ബോണ്ട് കാർബൺ ഇത് രണ്ടുമാണ്. ഇതിലെന്തുണ്ട്? H2 ആണുള്ളത് കാർബണിൻ്റെ വാലൻസി. ഇവിടെ ഒരു H ഒരു CH3യും ആണ് ഗ്രൂപ്പായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എഴുതി നോക്കാം. വെറുതെ ഇങ്ങനെ എഴുതി നോക്കാമെന്ന്. എന്താ C ഡബിൾ ബോണ്ട് C 2 H ഉണ്ട്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി ഇത് വരുമോ ഇല്ലയോ എന്ന്. CH3 ഇതിലെന്താ ഉള്ളത്? ആദ്യത്തെ കാർബൺ നോക്കിയാൽ 2 H അല്ലേ വരുന്നത്. രണ്ടാമത്തത് 1 H 1 CH3. പക്ഷെ ഒരു കാർബണെങ്കിലും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ അതെന്തായിരിക്കില്ല? ജോമെട്രിക്കൽ ഐസോമർസ് ആയിരിക്കില്ല. അപ്പോൾ 1 പ്രൊപ്പെയിൻ എന്തല്ല? ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കില്ല. ഓക്കെ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന്. അങ്ങനെയാണെങ്കിൽ ഞാൻ 2 ക്വസ്റ്റ്യൻ തരാം. അത് ചെയ്ത് നോക്കിയിട്ടിരിക്കാം. പറയണേ, ആൻസർ കമൻറ്റിൽ പറയണം. ഓക്കെ. മറന്നു വരട്ടെ. എക്സാമ്പിൾസ് ഒരു 2 പെൻറ്റീന് തരാം. 2 പെൻറ്റീനും ഞാൻ നേരത്തെ 1 പ്രൊപ്പെയിൻ എന്നാണ് വായിച്ചത്. 1 പ്രൊപ്പെയിനാണ്. 2 പെൻറ്റീനും പിന്നെ 2 മീഥൈൽ 2 പെൻറ്റീനും 2 മീഥൈൽ 2 പെൻറ്റീനും ഇത് രണ്ടും കാണിക്കോ ഇല്ലയോ എന്നൊക്കെ പറയണേ. ഓക്കെ. അപ്പോൾ ഈ ഭാഗം മനസ്സിലായി എന്ന് വിചാരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ജോമെട്രിക്കൽ ഐസോമർസത്തിൽ തന്നെ സിസ്റ്ററാൻസ് ഐസോമർസ് ഉണ്ട്, ZT ഐസോമർസ് ഉണ്ട്, അങ്ങനെ കുറേ ഐസോമർസ് ഉണ്ടല്ലോ. അപ്പോൾ അതിനെ പറ്റിയെല്ലാം ഡിസ്കസ് ചെയ്യാം. ആദ്യം ജോമെട്രിക്കൽ ഐസോമർസം ഓഫ് 2 ബ്യൂട്ടീൻ. ഇപ്പോൾ നമ്മൾ പറയുന്നത് ആൽക്കീൻസിൻ്റെ കാര്യം മാത്രമാണ്. ജോമെട്രിക്കൽ ഐസോമർസം കാണിക്കുന്ന കുറേ ഗ്രൂപ്പ്സ് ഉണ്ട്. അതിൽ ആദ്യത്തെ ആൽക്കീൻ്റെ മാത്രമേ എത്തിയിട്ടുള്ളൂ. നമുക്കിങ്ങനെ ഓരോന്നും പഠിക്കണം. അപ്പോൾ ആദ്യം 2 ബ്യൂട്ടീൻ്റെ ജോമെട്രിക്കൽ ഐസോമർസ് നമുക്ക് നോക്കാം. 2 ബ്യൂട്ടീൻ എങ്ങനെയായിരുന്നു ഉണ്ടായ? C ഡബിൾ ബോണ്ട് C
എച്ച് സി എച്ച് ത്രീ എച്ച് സി എച്ച് ത്രീ ഇതാണ് 2 ബ്യൂട്ടീൻ. അപ്പോൾ ഇത് നമ്മൾ ആലോചിക്കാം, ഇതെങ്ങനെയാണുള്ളത്? എച്ചും സി എച്ച് ത്രീയും എച്ചും സി എച്ച് ത്രീയും ഈ എച്ചും അല്ലെങ്കിൽ സി എച്ച് ത്രീ രണ്ടും ഒരേ സൈഡിലല്ലേ വരുന്നത്? സെയിം ഗ്രൂപ്പ്സ് ഒരേ സൈഡിൽ വന്നാൽ അതിന് പറയുന്ന പേരാണ് സിസ് ഐസോമറിസം. സിസ് ഐസോമറിസം. ഇനി നമ്മൾ നോക്കാം. നെക്സ്റ്റ് സി ഡബിൾ ബോണ്ട് സി എച്ച് എച്ച് സി എച്ച് ത്രീ സി എച്ച് ത്രീ. ഓക്കെ, ഇപ്പം എന്താ സെയിം ഗ്രൂപ്പ്സ് ഓപ്പോസിറ്റ് സൈഡിലാണ് ഉള്ളത്. അപ്പോൾ ഇതിന് പറയുന്ന പേരാണ് ട്രാൻസ് ഐസോമറിസം. ഓക്കെ, അപ്പോൾ ടു ബ്യൂട്ടീന് കാണിക്കുന്ന ജോമെട്രിക്കൽ ഐസോമറിസം ഏതല്ല? സിസ് ഐസോമറിസം, ട്രാൻസ് ഐസോമറിസം. സെയിം ഗ്രൂപ്പ്സ് സെയിം സൈഡിൽ വന്നാൽ സിസ് ഐസോമറിസം, സെയിം ഗ്രൂപ്പ്സ് ഓപ്പോസിറ്റ് സൈഡിൽ വന്നാൽ ട്രാൻസ് ഐസോമറിസം. ഇനി വേറെ ഒന്ന് നോക്കാം. ഓക്കെ, ഇതിനൊരു ഇമ്പോർട്ടൻസ് ഉള്ളൊരു കാര്യമാണ്. ഓക്കെ, നോക്കാം. അടുത്ത ജോമെട്രിക്കൽ ഐസോമറിസം ഓഫ് ബ്യൂട്ട് 2 in 1,4 ഡൈഓയിക് ആസിഡ്. ഇതാണ് ബ്യൂട്ട് 2 in 1,4 ഡൈഓയിക് ആസിഡ്. ഇതാണ് സംഭവം. ജസ്റ്റ് ഇതൊന്ന് വരച്ച് നോക്കാം. സി എച്ച് ഡബിൾ ബോണ്ട് സി എച്ച് ബ്യൂട്ട് 2 in 1,4 ഡൈഓയിക് ആസിഡാണ്. 1ലും 4ലും എന്തുണ്ട്? COH ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, ഇനി ഇത് നമ്മൾ സിസ് ഫോമിലേക്ക് ആക്കി നോക്കണം. ഓക്കെ, ബ്യൂട്ട് 2 in 2 ഡബിൾ ബോണ്ട് കാർബൺ വരച്ച് ഇതിലേതൊക്കെ ഗ്രൂപ്പ്സാണ് ഉള്ളത്? ഇവിടെ എച്ച് ഉണ്ട്, COOH ഉണ്ട്. ആദ്യം എച്ച് എഴുതുക, COOH എഴുതുക. ഇവിടെയും എച്ച് എഴുതുക, COOH എഴുതുക. അപ്പോൾ സെയിം ഗ്രൂപ്പ്സ് സെയിം സൈഡിൽ വന്നാൽ സിസ് ഐസോമറിസം. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ബ്യൂട്ട് 2 in 1,4 ഡയോയിക് ആസിഡിൻ്റെ സിസ് ഐസോമറിസത്തിന് പറയുന്ന പേരാണ് മാലിക് ആസിഡ് അല്ല മലീക് ആസിഡ്. ഓക്കെ, സ്പെല്ലിംഗ് ശ്രദ്ധിച്ചോളെ. മലീക് ആസിഡ് വേറെ പറയണം, അത് ശ്രദ്ധിക്കണം. ഓക്കെ, ബ്യൂട്ട് 2 in 1,4 ഡയോയിക് ആസിഡിൻ്റെ സിസ് ഐസോമറിസത്തിന് പറയുന്ന പേരാണ് മലീക് ആസിഡ്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ട്രാൻസ് ഐസോമറിസം ഒന്ന് വരച്ച് നോക്കാം. ട്രാൻസ് ഐസോമറിസം സി ഡബിൾ ബോണ്ട് സി എച്ച് COOH ഇവിടെ അങ്ങനെ തന്നെ എഴുതാം. ഇനി ഇതൊന്ന് കറക്റ്റ് ചെയ്ത് നോക്കാം. COOH എച്ച് ഇതാ സെയിം ഫങ്ഷണൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ സെയിം ഗ്രൂപ്പ് ഡിഫറെൻറ്റ് സൈഡിൽ വന്നല്ലോ. അപ്പോൾ ഇതെന്താണ്? ട്രാൻസ് ഐസോമറിസം ആണ്. ഇനി ബ്യൂട്ട് 2 in 1,4 ഡയോയിക് ആസിഡിൻ്റെ ട്രാൻസ് ഐസോമറിസത്തിന് പറയുന്ന പേരാണ് ഫ്യൂമറിക് ആസിഡ്. ഓക്കെ, ഇത് ക്വസ്റ്റ്യൻ ആയിട്ട് വരാം, അതുകൊണ്ട് ഇതൊരു ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ബ്യൂട്ട് 2 in 1,4 ഡയോയിക് ആസിഡിൻ്റെ സിസ് ഐസോമറിസത്തിന് പറയുന്ന ഒരു മാലിക് ആസിഡിനും ബ്യൂട്ട് 2 in 1,4 ഡയോയിക് ആസിഡിൻ്റെ ട്രാൻസ് ഐസോമറിസത്തിന് പറയുന്ന ഒരു ഫ്യൂമറിക് ആസിഡിനും. ഓക്കെ, ഈ കാര്യം മനസ്സിലാക്കാം. ഇനി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ ഒരു ഗ്രൂപ്പ് CAB ഡബിൾ ബോണ്ട് CCD എന്ന് പറയുന്ന ഗ്രൂപ്പാണ് നിൽക്കുന്നത്. അതായത് 4 ഡിഫറെൻറ്റ് ടൈപ്പാണെന്ന് വിചാരിക്കാം. അതിനൊരു എക്സാമ്പിളായിട്ട് 1 ബ്രോമോ 1 ക്ലോറോ പ്രൊപ്പ് 1 എടുക്കുക. 1 ബ്രോമോ 1 ക്ലോറോ എഴുതാൻ സ്ഥലമില്ലല്ലോ, പ്രൊപ്പ് 1 ഈന്. ഇതാണ് 1 ക്ലോറോ 1 ബ്രോമോ പ്രൊപ്പ് 1 ഈന്. ഓക്കെ, ഇതാണ് സംഭവം. ഇത് നമ്മളൊന്ന് വരച്ച് നോക്കിയാലോ. പ്രൊപ്പ് 1 ഈനാണ് പറഞ്ഞിട്ടുള്ളത്. 1 ബ്രോമോ 1 ക്ലോറോ 1 ബ്രോമോ 1 ക്ലോറോ പ്രൊപ്പ് 1 ഈന്. ഇതാണ് ഗ്രൂപ്പ്. ഇനി ഇത് നമുക്ക് സിസ് ട്രാൻസ് ഫോമിൽ നമ്മൾ വരയ്ക്കുമല്ലോ, അതുപോലെ വരയ്ക്കാം. സി ഡബിൾ ബോണ്ട് സി BR CL എച്ച് ഇവിടെ HCH3 ആണ്, CH3. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായെന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ പറഞ്ഞിരുന്നത് സെയിം ഗ്രൂപ്പുള്ളത് ഒരു സൈഡിൽ വന്നാൽ അത് സിസും ഓപ്പോസിറ്റ് സൈഡിൽ വന്നാൽ ട്രാൻസും അല്ലേ. പക്ഷേ ഇതിൽ സെയിം ഗ്രൂപ്പ് എന്ന് പറയാൻ ആരും ഇല്ല, എല്ലാം ഡിഫറെൻ്റ് ആണ്. BR CL HCH3 എല്ലാം ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇപ്പം നമ്മൾ എന്നാ ചെയ്യുക നോക്കാം. ഇതൊന്നും കൂടി മാറ്റിയിട്ട് ഇവിടെ വരയ്ക്കുന്നുണ്ട്. സി BR ഇവിടെ, CL ഇവിടെ, H ഇവിടെ, CH3 ഇടാം. അപ്പോൾ 4 ഡിഫറെൻറ്റ് ഗ്രൂപ്പാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ എന്നാ ചെയ്യുക? നമ്മളൊരു കാര്യം നോക്കുക. ആദ്യം ഒരേ സൈഡിലുള്ള ആൾക്കാരെ രണ്ടായിട്ട് നോക്കാം. ഇവിടെ BR ഉണ്ട്, CL ഉണ്ട്. ഒന്നും വേണ്ട, സിമ്പിളായിട്ട് ചിന്തിക്കാം. BR-നാണോ CL-നാണോ അറ്റോമിക് നമ്പർ കൂടുതൽ? ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ആ ഓർഡർ നമുക്കറിയാലോ. താഴോട്ടേക്ക് പോകുന്നതിനനുസരിച്ച് അറ്റോമിക് നമ്പർ കൂടുന്നുണ്ട്. അപ്പോൾ ആരൊക്കെ? BR-നാണ് ഇവിടെ അറ്റോമിക് നമ്പർ കൂടുതൽ. അപ്പോൾ ഈ സൈഡിൽ നമ്മൾ ആരെ സെലക്ട് ചെയ്തു? BR-നെ സെലക്ട് ചെയ്തു. ഇനി ഇപ്പോഴത്തെ സൈഡ് നോക്കാം. ഹൈഡ്രജൻ ഉണ്ട്. പിന്നെ ഈ സൈഡിൽ നോക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒന്ന് ഹൈഡ്രജൻ ആയിട്ട്, പിന്നെ ഇവിടെ CH3 ഉണ്ടല്ലോ. CH3 ഫുള്ളായിട്ട് എടുക്കണ്ട. കാർബണായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ആരുള്ള ഈ കാർബണായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത് ഈ കാർബൺ മാത്രമല്ലേ. അപ്പോൾ കാർബണിൻ്റെ മാത്രം നോക്കുക. ഏതാണ് അറ്റോമിക് നമ്പർ കൂടുതൽ? അറിയാലോ, കാർബണാണ് അറ്റോമിക് നമ്പർ കൂടുതൽ. ഹൈഡ്രജൻ വെച്ച് നോക്കുമ്പോൾ കാർബണാണ് അറ്റോമിക് നമ്പർ കൂടുതൽ. അപ്പോൾ ഈ സൈഡിൽ നമ്മൾ CH3 ഗ്രൂപ്പിനെയും എടുത്ത്. ഓക്കെ, ഇനി അറ്റോമിക് നമ്പർ കൂടുതൽ, അതായത് നമ്മൾ എടുത്ത 2 ആൾക്കാരുണ്ടല്ലോ, 2 സൈഡിൽ നിന്ന് എടുത്ത 2 ആൾക്കാർ ഓപ്പോസിറ്റ് സൈഡിലാണ് വരുന്നതെങ്കിൽ അവരെ പറയുന്നതാണ് ഈ ഐസോമർ. ഓപ്പോസിറ്റ് സൈഡിലാണെങ്കിൽ ഈ ഐസോമർ. ഇനിയിപ്പോൾ ഇതിൻ്റെ മറ്റേ ഫോം നമുക്ക് വരക്കാം. സി എങ്ങനെ വരാം? ബ്രോമിൻ, ക്ലോറിൻ അങ്ങനെ തന്നെ എഴുതാം. ഇവിടെ CH3യും Hഉം. ഇവിടെ എന്തായി? രണ്ടും സെയിം സൈഡിൽ വന്നില്ലേ? അതായത് നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത് വെച്ച 2 സാധനങ്ങൾ സെയിം സൈഡിൽ വന്ന്. അപ്പോൾ ഇതിന് പറയുന്നവരാണ് എന്ത്? Z ഐസോമർ. അപ്പോൾ E ആൻഡ് Z ഐസോമർ എന്ന് പറയുന്ന കാര്യം മനസ്സിലാവുക. 4 ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ആകുമ്പോൾ വരുന്ന ഐസോമറാണ് E ആൻഡ് Z ഐസോമർ. ഇതൊരിക്കലും മറന്നു പോകാൻ പാടില്ല, E ആൻഡ് Z ഐസോമർ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ ആൽക്കീൻ ഗ്രൂപ്പിൽ വരുന്ന ജോമെട്രിക് ഐസോമറിസത്തിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളും പറഞ്ഞ് ഇനി നമുക്ക് രണ്ടാമത്തെ സൈക്ലോ കോമ്പൗണ്ട്സിനെ നോക്കാം. സൈക്ലോ കോമ്പൗണ്ട്സ് ഇപ്പോൾ എക്സാമ്പിളായിട്ട് 1 3
ഡൈക്ലോറോ സൈക്ലോബ്യൂട്ടൈൻ എടുക്കാം. ഡൈക്ലോറോ സൈക്ലോബ്യൂട്ടൈൻ എടുത്ത്. ഓക്കെ, ഇതാ ഇങ്ങനെയല്ലേ ഉണ്ടാവുക. ഒന്നാമത്തേലും ഒന്ന് രണ്ട് മൂന്നാമത്തേലും ക്ലോറിൻ 1,3 ഡൈക്ലോറോ സൈക്ലോബ്യൂട്ടൈൻ. ഓക്കെ, എന്തിനാ നമുക്ക് ജസ്റ്റ് സിമ്പിളായിട്ട് എഴുതാൻ വേണ്ടിയിട്ടാ ഈ ഒരു ഫോമിലേക്ക് വരക്കാം. ഇപ്പോൾ നമ്മൾ ഈ കാർബണിന് ക്ലോറിന് മാത്രമല്ലല്ലോ ഉള്ളത്, ഹൈഡ്രജൻ ഉണ്ടല്ലോ അവിടെ, നമ്മൾ വരക്കാത്തതുകൊണ്ടല്ലേ. ഇപ്പോൾ ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ ഈ സൈഡിൽ ക്ലോറിൻ ഹൈഡ്രജൻ ക്ലോറിൻ ഹൈഡ്രജൻ. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, രണ്ട് സൈഡിലും ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ആണുള്ളത്. അതുകൊണ്ട് ഇതെന്ത് കാണിക്കും, ജോമെട്രിക് ഐസോമർസ് കാണിക്കുമെന്ന് മനസ്സിലായി. ഇനി നമുക്ക് ഇതിൻ്റെ സിസ്റ്ററാൻസ് ആണ് വേണ്ടത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്ലോറിനും ക്ലോറിനും അല്ലെങ്കിൽ ഹൈഡ്രജനും സെയിം സൈഡിൽ വന്നാൽ അത് സിസ് ഐസോമർസം. ഇനിയിപ്പോൾ ക്ലോറിന് ഇവിടുന്ന് മാറ്റി ഇതാ ഇവിടെ ഹൈഡ്രജൻ ഇവിടെ ക്ലോറിൻ ആണെങ്കിൽ ഇതെന്താ, ഇത് ട്രാൻസ് ഐസോമർസ്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയില്ലേ. ഇനി നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് നോക്കുന്നതിന് മുമ്പേ ഞാനൊരു ഇത് തരാം. അത് ജോമെട്രിക്കൽ ഐസോമർസ് കാണിക്കുമല്ലോ എന്ന് ജസ്റ്റ് പറയണേ. ഇതാണ് ഗ്രൂപ്പ്. ഇവിടെ CL ഉണ്ട്, ഇവിടെ BR ഉണ്ട്, ഇവിടെ H ഉണ്ട്, ഇവിടെ H ഉണ്ട്. ഇത് ജോമെട്രിക്കൽ ഐസോമർസ് കാണിക്കുമെന്ന് പറയണം. ഓക്കെ, അടുത്തത് നമ്മൾ നോക്കുന്നതാണ് ഓക്സൈൻസ് അല്ലെങ്കിൽ അൾഡോക്സൈൻസ് എന്ന് പറയാം. ഓക്സൈൻസിൻ്റെ ജനറൽ ഫോർമുല മനസ്സിലാക്കുക ആദ്യം. RCHNOH. ഇതാണ് ഓക്സൈൻസിൻ്റെ ജനറൽ ഫോർമുല. അപ്പം നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ആദ്യം പറഞ്ഞത് ഡബിൾ ബോണ്ടിന് അപ്പുറത്തും കാർബൺ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ ഇവിടെ ഡബിൾ ബോണ്ട് ഒരു സൈഡിൽ കാർബണിൻ്റെ ബാലൻസ് എത്ര 4. അപ്പോൾ ഇത് 4 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. 1 2 3 4 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. പക്ഷേ നൈട്രജൻ്റെ ബാലൻസ് 5 ആണ്. ഇതിൽ 3 ബോണ്ട് ചെയ്ത് നിൽക്കുന്നുള്ളൂ, ബാക്കി 2 ഉണ്ട്. അപ്പോൾ 2 നമ്മൾ ലോൺ പെയർ ആയിട്ട് കൊടുക്കണം. ഓക്കെ, അത് മനസ്സിലാക്കാം. ഇനി നമുക്കിതിൻ്റെ സ്ട്രക്ചർ ഒന്ന് വരച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ C ഡബിൾ ബോണ്ട് N ആണുള്ളത്. ഓക്കെ, സീൻ്റെ എന്തൊക്കെയുള്ളത്, H ഉണ്ട്, ഒരു R ഗ്രൂപ്പും ഉണ്ട്. അപ്പോൾ അതുപോലെ നമുക്ക് വരക്കാം. H ഉണ്ട്, ഒരു R ഗ്രൂപ്പ് ഉണ്ട്. ഇനി എന്നിൻ്റെ അടുത്ത് ആരുള്ളത്, ഒരു OH മാത്രമേ ഉള്ളൂ. കാരണം എന്നിൻ്റെ ബാക്കി വരുന്നത് ഒരു ലോൺ പെയർ ആണുള്ളത്. അപ്പോൾ ഒരു സൈഡിൽ എന്താ OH എഴുതുക, ഇപ്പുറത്ത് ഒരു ലോൺ പെയർ വരക്കുക. അപ്പോൾ ഇത് പറയാനുള്ള കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ H-ഉം OH-ഉം. ഓക്കെ, ഓക്സൈൻസിൻ്റെ കാര്യം പറയുന്നത്, ഓക്സൈൻസിൻ്റെ കാര്യത്തിൽ H-ഉം OH-ഉം സെയിം സൈഡിൽ വന്നാൽ അതിന് പറയുന്നവരാണ് സിൻ ഐസോമർസം. H-ഉം OH-ഉം സെയിം സൈഡിൽ വന്നാൽ അതിന് പറയുന്നവരാണ് സിൻ ഐസോമർസം. ഇനി H-ഉം OH-ഉം ഓപ്പോസിറ്റ് സൈഡിലാണുള്ളതെന്ന് വിചാരിക്കുക. ഇവിടെ ലോൺ പെയർ വരക്കാം, ഇവിടെ OH വരക്കാം. ഇപ്പം എന്തായി, H-ഉം OH-ഉം ഓപ്പോസിറ്റ് സൈഡിലായി. ഓപ്പോസിറ്റ് സൈഡിലാണ് വരുന്നതെങ്കിൽ അതിന് പറയുന്നവരാണ് ആൻറ്റി ഐസോമർസം. ആൻറ്റി ഐസോമർസം. അപ്പോൾ ഓക്സൈൻസ് കാണിക്കുന്ന ഐസോമർസ് ഏതൊക്കെയാണ്, സിൻ ഐസോമർസം, ആൻറ്റി ഐസോമർസം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഗ്രൂപ്പ് ഏതാണ് നമ്മൾ പഠിച്ചത്, ആൽക്കീൻസ് ആയി, സൈക്ലോ ആയി, പിന്നെ ഓക്സൈൻസും ആയി. ഇനി നമ്മൾ പഠിച്ച നെക്സ്റ്റ് ഗ്രൂപ്പാണ് എസോ കോമ്പൗണ്ട്സ്. എസോ കോമ്പൗണ്ട്സിൻ്റെ ജനറൽ ഫോർമുല എന്നാ, എസോ കോമ്പൗണ്ട്സിൻ്റെ ജനറൽ ഫോർമുല RN ഡബിൾ ബോണ്ട് NR. ഓക്കെ, N ഡബിൾ ബോണ്ട് N ആണ് എസോ കോമ്പൗണ്ട്സ്. അപ്പോൾ N നേരത്തെ പറഞ്ഞ പോലെ ലോൺ പെയർ കൊടുക്കണം. കാരണം 5 ആണല്ലോ വാലൻസി, അതുകൊണ്ട് ലോൺ പെയർ ഇങ്ങനെ കൊടുത്ത്. ഇനി നമുക്കിത് വരച്ച് നോക്കാം. N ഡബിൾ ബോണ്ട് N, R, പിന്നെയുള്ള എന്താ ലോൺ പെയർ, ഈ സൈഡിലും R ലോൺ പെയർ കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മളിപ്പം പറയുന്ന പോലെ തന്നെ R ഗ്രൂപ്പ് രണ്ടും സെയിം സൈഡിൽ വന്നാൽ അത് എന്തായിരിക്കും, സിൻ ആയിരിക്കും. ഇനിയിപ്പോൾ R ഗ്രൂപ്പ് രണ്ടും ഓപ്പോസിറ്റ് സൈഡിലാണ് വരുന്നതെങ്കിൽ അതെന്തായിരിക്കും, R ഗ്രൂപ്പ് രണ്ടും ഓപ്പോസിറ്റ് സൈഡിലാണ് വരുന്നതെങ്കിൽ അത് ആൻറ്റി ഐസോമർസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായി, എസോ കോമ്പൗണ്ട്സും ആയി. ഇനി നമുക്ക് ലാസ്റ്റ് ജോമെട്രിക്കൽ ഐസോമർസത്തിൻ്റെ ലാസ്റ്റ് പറയേണ്ട കാര്യമാണ് എന്തായിരുന്നു, എലീൻസ്. എലീൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ അടുപ്പിച്ച് ഡബിൾ ബോണ്ട്സ് വരുന്ന ഇതിന് പറയുന്ന പേരാണ് എലീൻസ്. അതായത് ക്യുമുലേറ്റീവ് ഡബിൾ ബോണ്ട് സിസ്റ്റത്തിന് പറയുന്ന പേരാണ് എലീൻസ്. ഈ എലീൻസ് ജോമെട്രിക്കൽ ഐസോമർസ് കാണിക്കണമെങ്കിൽ അവരൊരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ ഈ അടുപ്പിച്ചുള്ള ഡബിൾ ബോണ്ട് ഓഡ് നമ്പർ ഓഫ് ഡബിൾ ബോണ്ട്സ് ആയിരിക്കണം. ഇപ്പോൾ 3 ഡബിൾ ബോണ്ട്, 5 ഡബിൾ ബോണ്ട്, 7 ഡബിൾ ബോണ്ട്, ഇങ്ങനെ ഓഡ് നമ്പേഴ്സ് ഓഫ് ഡബിൾ ബോണ്ട്സ് ഉണ്ടെങ്കിൽ മാത്രമേ എലീൻസ് ജോമെട്രിക്കൽ ഐസോമർസ് കാണിക്കും. ഇത് മാത്രമല്ല, എപ്പോൾ പറയുന്ന പോലെ തന്നെ കാർബണിൻ്റെ 2 സൈഡിലുള്ള വാലൻസീസ് ഡിഫറെൻ്റ് ആയിരിക്കണം. ഒരു എക്സാമ്പിൾ നോക്കാം. CH-Cl ഡബിൾ ബോണ്ട് C, ഡബിൾ ബോണ്ട് C, CH-Cl. ഇതാണ് എക്സാമ്പിൾ. ഇതിന് നമ്മൾ മറ്റേ ഫോമിലേക്ക് വരക്കാം. ആദ്യത്തെ C എഴുതി, ഡബിൾ ബോണ്ട് C, രണ്ടാമത്തെ C എഴുതി, ഡബിൾ ബോണ്ട് C, മൂന്നാമത്തെ C, ഡബിൾ ബോണ്ട് C. ഓക്കെ, ഇതാണുള്ളത്. ഇനി അവസാനത്തെ ടെർമിനൽ കാർബൺസിൻ്റെ വാലൻസീസ് നോക്കിയേ. 1 ഹൈഡ്രജൻ ഉണ്ട്, 1 ക്ലോറിൻ ഉണ്ട്. അപ്പോൾ ഹൈഡ്രജൻ വരക്കുക, ക്ലോറിൻ വരക്കുക. അപ്പുറത്ത് അതുപോലെ തന്നെ ഹൈഡ്രജൻ ഉണ്ട്, ക്ലോറിൻ ഉണ്ട്. പിന്നെ നമ്മൾ എപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഹൈഡ്രജനും അല്ലെങ്കിൽ ഒരുമിച്ചുള്ള, അതായത് ഒരേ ഗ്രൂപ്പ്സ് സെയിം സൈഡിൽ വന്നാൽ അതെന്താ, സിസ്. അപ്പോൾ ഇതെന്തായിരിക്കും, സിസ്. ഇനിയിപ്പോൾ ഇത് രണ്ടും ഓപ്പോസിറ്റ് വന്നാൽ ട്രാൻസ്. അതാലോചിക്കാം. ഓക്കെ, ഈ കാര്യം മനസ്സിലായി. അപ്പോൾ നമ്മളെല്ലാം കണ്ട് കഴിഞ്ഞ് ഇനി ഞാൻ ഈ അവസാനത്തെ എലീൻസുമായിട്ട് 2 ക്വസ്റ്റ്യൻ തരാം. അത് കാണിക്കുമല്ലോ എന്ന് ജസ്റ്റ് ഒന്ന് പറയണേ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, CH-Cl ഡബിൾ ബോണ്ട് C, ഡബിൾ ബോണ്ട് C, ഡബിൾ ബോണ്ട് CH2. ഇത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, CH-Cl ഡബിൾ ബോണ്ട് C, ഡബിൾ ബോണ്ട് CH-Br. ഇത് രണ്ടും കാണിക്കുമല്ലോ എന്ന് പറയാം. അപ്പോൾ ജോമെട്രിക്കൽ ഐസോമർസ് എങ്ങനെയാണ് ചെയ്യേണ്ടത് കഴിഞ്ഞ് എല്ലാം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു.